ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിൻവാങ്ങിയെന്നും ഇന്ത്യൻ റൂട്ട്സ് കൂടിയുള്ള കമലാ ഹാരിസ് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുമാണ്. കമലാ ഹാരിസിന് ഒരുപക്ഷെ ഇപ്പോഴും ഒഫീഷ്യൽ നോമിനേഷൻ ആയിട്ടില്ല, അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. പക്ഷേ ജോ ബൈഡൻ അടക്കം കമലാ ഹാരിസിനെയാണ് എൻഡോസ് ചെയ്തിരിക്കുന്നത്. അവർ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരിക്കും. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ പേഴ്സൺ ഓഫ് കളർ അല്ലെങ്കിൽ വൈറ്റ് റേസിലെ അല്ലാത്ത ഒരു വിഭാഗത്തിലെ പ്രോമിനന്റ് ആൾ, എസ്പെഷ്യലി വനിതാ വിഭാഗത്തിൽ എന്നുള്ളതായിരിക്കും. ബറാക് ഒബാമയാണ് അങ്ങനെ ആദ്യ ബ്ലാക്ക് പ്രസിഡന്റ് ആയ വ്യക്തികളൊന്നും. ഒരുപക്ഷെ ഇന്ത്യൻ ലൈനേജ് ഉള്ള, ജമൈക്കൻ ലൈനേജ് ഉള്ള ആദ്യ പ്രസിഡന്റായി കമലാ ഹാരിസ് മാറും. കമലാ ഹാരിസിനെ കുറിച്ച് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാൻ കഴിയും. അവർ ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവും ഓർമ്മയും ഒക്കെ മഹാത്മാഗാന്ധിയും മദ്രാസും ഇഡ്ഡലിയുമാണ്, ഇത് മൂന്നിനോടുമാണ് എനിക്ക് താല്പര്യം. അങ്ങനെ മഹാത്മാഗാന്ധിയെയും മദ്രാസിനെയും ഇഡ്ഡലിയെയും സ്നേഹിക്കുന്ന കമലാ ഹാരിസ് US പ്രസിഡന്റ് ആവേണ്ടത് US-ന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപിന് ചില പോസിറ്റീവ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി ഒക്കെ മെച്ചമാണ്, യുദ്ധങ്ങളൊന്നും തുടങ്ങിയില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഒരുപാട് കള്ളം പറയുന്ന അമേരിക്കയിലെ വെള്ള വംശീയത, വൈറ്റ് സുപ്രീമാസിസം അല്ലെങ്കിൽ വെള്ളക്കാരന്റെ അധീശത്വം, നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വ അധീശത്വം എന്ന് പറയുന്നത് പോലെ വെള്ളക്കാരന്റെ അധീശത്വത്തെ ഊതി വീർപ്പിച്ച് അതിന് തീ കൊടുത്ത് സ്വയമായി പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാ രാഷ്ട്രീയക്കാരനാണ്. അപ്പം ഡൊണാൾഡ് ട്രംപിനെ കാട്ടി എന്തുകൊണ്ടും നല്ലത് കമലാ ഹാരിസ് ആണ്. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇന്നലെ കയറി നോക്കുകയുണ്ടായി, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ, $10 $100 ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കി. അപ്പോൾ US സിറ്റിസനായ ആൾക്ക് മാത്രമേ നിയമപരമായിട്ട് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയൂ. പക്ഷേ നമുക്കെല്ലാം അമേരിക്കയിൽ ഫ്രണ്ട്സ് കാണും, ബന്ധുക്കൾ കാണും, അല്ലെങ്കിൽ പരിചയക്കാർ കാണും. ഉറപ്പായിട്ടും കമലാ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറയണം. കാരണം കമലാ ഹാരിസ് US പ്രസിഡന്റ് ആകേണ്ടത് അമേരിക്കയുടെ മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ ആവശ്യമാണ്. അവരൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഡൊണാൾഡ് ട്രംപിനെ പോലെ ആയിരിക്കില്ല. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു മടിയും മയവും ഇല്ലാതെ കള്ളം പറയുന്ന വ്യക്തിയാണ്. എന്ത് രീതിയിലും അദ്ദേഹത്തിന് കള്ളം പറയാനൊരു മടിയുമില്ല. നമ്മുടെ നാടുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വ സുപ്രീമാസിസ്റ്റുകൾ മുസ്ലിങ്ങളെ കുറിച്ച് കള്ളം പറയുന്ന പോലെ ഡൊണാൾഡ് ട്രംപ് അവിടെ മുസ്ലിങ്ങളെ കുറിച്ച്, കറുത്ത വർഗ്ഗക്കാരെ കുറിച്ച്, ബാക്കിയുള്ളവരെ കുറിച്ച് കള്ളം പറയുന്നതിന് ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ ആ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ വരാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പോലും ഇല്ലാത്തതാണ്. നമ്മുടെ നാട്ടിലെ BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മാന്യത കാണിച്ച് ഇലക്ഷൻ പരാജയപ്പെട്ടാൽ 99% ആൾക്കാരും കൺസീഡ് ചെയ്യും. 1% മുറിമുറിപ്പൊക്കെ ഉണ്ടാവും. EVM അവിടെ പ്രശ്നമല്ലേ, ഇവിടെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കും, മുറിമുറിപ്പ് ഉണ്ടാവും. പക്ഷേ ഒരിക്കലും കൺസീഡ് ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷേ ഇതുവരെ താൻ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റു എന്ന് പോലും സമ്മതിക്കാത്തൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന്റെ പബ്ലിക് പോളിസി അമേരിക്ക എന്ന് പറയുന്ന മഹത്തരമായ രാജ്യത്തിന് ഡിസാസ്ട്രസ് ആയിരിക്കും. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന അമേരിക്കൻ സ്വപ്നം, ആ അമേരിക്കൻ സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരിക്കും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ PV ഗോപാലന്റെ കൊച്ചുമകൾ, അന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വ്യക്തി, ഇന്ന് പിന്നീട് അമേരിക്കയിൽ പഠിക്കാൻ പോയ സ്വന്തം അമ്മ, ആ അമ്മയിൽ നിന്നും ജനിച്ച കമലാ ഹാരിസ്, ജമൈക്കനാണ് പിതാവ്. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ അത് ലോകത്തിന് മുമ്പിൽ കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. കമലാ ഹാരിസിനെ നിങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും പിന്തുണയ്ക്കുക. നമ്മുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടൊന്നും സംഭവിക്കില്ല, ഒരു ബട്ടർഫ്ലൈ കാറ്റടിക്കുന്നത് പോലെ കാണും. പക്ഷേ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ചെറു കാര്യങ്ങൾക്ക് പോലും പ്രപഞ്ചത്തിന്റെ തലത്തിൽ എന്തൊക്കെയോ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. ആ ചേഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ. നന്മയെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പൊതുവെ റിപ്പബ്ലിക്കൻ ആയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടീസിന്റെ നയങ്ങളോട് പലപ്പോഴും എനിക്ക് അനുഭാവം തോന്നിയിട്ടുണ്ട്. പക്ഷേ ജോ ബൈഡനാണ് ഭേദം. ജോ ബൈഡന് പ്രായമായി എന്നുള്ളതാണ്. കമലാ ഹാരിസ് ആണ് ഡൊണാൾഡ് ട്രംപിനെക്കാട്ടി എന്തുകൊണ്ടും ഭേദം. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വലിയൊരു വിഭാഗം ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കാത്തവരുണ്ട്. അപ്പോൾ കമലാ ഹാരിസ് പ്രസിഡന്റ് ആകട്ടെ. അത് അമേരിക്കയുടെ വിജയമായിരിക്കും, ലോകത്തിന്റെ വിജയമായിരിക്കും, ലോകത്ത് പുതിയൊരു തുടക്കമായിരിക്കും. കമലാ ഹാരിസിന് എല്ലാവിധ പ്രാർത്ഥനകളും വിജയാശംസകളും നേരുന്നുകൊണ്ട് അമേരിക്ക എന്ന രാജ്യത്തിന് എല്ലാവിധ നന്മയുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഗോഡ് ബ്ലെസ് ഇന്ത്യ, ആൻഡ് ഗോഡ് ബ്ലെസ് ദ വേൾഡ്.